ഇതൊരു വെള്ളിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വെറൈറ്റി റെസിപ്പീസ് യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയാലോ? ഓക്കെ. ഈ പൊറോട്ട എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം പോലെയാണ്. എല്ലാ മലയാളികൾക്കും ഇഷ്ടം. അങ്ങനെ യൂട്യൂബ് ചാനൽസ് എല്ലാം തിരഞ്ഞ് വളരെ എളുപ്പമാണെന്ന് തോന്നിയ ഒരു റെസിപ്പിയും കണ്ടുപിടിച്ചു. ലോക്ക്ഡൗണും സ്റ്റേ അറ്റ് ഹോമും ഒക്കെ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഉണ്ടാക്കാമല്ലോ. എനിക്ക് ഇവിടെ ഒരു ബോഷ് കിച്ചൺ മെഷീൻ ഉണ്ട്. അപ്പോൾ മാവ് കുഴയ്ക്കുന്നതൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇത് ഞാൻ noon.com എന്ന് വൈറ്റ് ഫ്രൈഡേ സെയിൽ ഉണ്ടായിരുന്നപ്പോൾ ഓഫറിന് മേടിച്ചതാണ്. വളരെ ലൈറ്റ് വെയ്റ്റുമാണ്. സോ ഇപ്പോൾ ഞാൻ മാവ് കുഴയ്ക്കാനും ഗ്രേറ്റിങ്ങിനും സ്ലൈസിങ്ങിനും ഷ്രെഡിങ്ങിനും എല്ലാം ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊറോട്ട തയ്യാറാക്കാനായി മിക്സിംഗ് ബൗളിലേക്ക് 3 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വെള്ളം കൂടാതെ വെറും 3 ചേരുവകൾ മാത്രം മതി എന്നുള്ളതാണ്. അതായത് മൈദ, ഉപ്പ്, എണ്ണ. മുട്ടയോ പാലോ പഞ്ചസാരയോ ഒന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ കുഴച്ച് കഴിഞ്ഞ ശേഷം മാവ് ഒരു 10 മിനിറ്റ് നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാം. നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയ ശേഷം നമുക്ക് പരത്താൻ തുടങ്ങാം. പരത്തുമ്പോൾ ഇടയ്ക്കിടെ എണ്ണ തടവി കൊടുക്കണേ. എണ്ണ തടവി വളരെ തിന്നായിട്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. ഇനി ഇതുപോലെ മടക്കിയെടുക്കണം. ഈ സ്റ്റെപ്പാണ് നമ്മുടെ പൊറോട്ടയിൽ ലെയേഴ്സ് ഉണ്ടാക്കുന്നത്. ശേഷം ഇതുപോലെ ഡിസ്ക് ഷേപ്പിൽ ചുറ്റി വയ്ക്കുക. എനിക്ക് ഈ റെസിപ്പിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മാവ് ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒന്നുകിൽ ഉരുളകളെല്ലാം ഇതുപോലെ ഡിസ്ക് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ച ശേഷം അവസാനം ഒരുമിച്ച് പരത്താം. അല്ലെങ്കിൽ ചുറ്റി വെച്ച ഉടനെ തന്നെ പരത്തിയെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചുറ്റി വെച്ച ശേഷവും കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം. പൊറോട്ട എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടുതൽ എണ്ണ ചേർക്കുമ്പോഴാണ് കൂടുതൽ രുചികരമാകുന്നത്. പക്ഷേ നമ്മളിതിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എണ്ണ അധികം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പരത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കൈകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കുഴല് കൊണ്ടാണ് പരത്തിയെടുക്കുന്നത്. ഒരു ഇരുമ്പ് ദോശക്കല്ലിൽ മീഡിയം ഫ്ലെയിമിൽ ചുട്ടെടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് അടുത്തത് പരത്താം. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. എന്നിട്ട് ഇടയ്ക്കിടെ എണ്ണ തടവി കൊടുക്കണം. രണ്ട് വശവും ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഇതുപോലെ ചെയ്യണം. ഇപ്പോൾ തന്നെ നോക്കിയാൽ ലെയേഴ്സ് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ 4-5 പൊറോട്ടകൾ ആകുന്നവരെ നമുക്കിതൊരു ഹോട്ട് പോട്ടിൽ സൂക്ഷിക്കാം. ഇതിനിടയിൽ ചിക്കൻ കറിക്കുള്ള മസാലകളെല്ലാം തയ്യാറാക്കി ഞാൻ ചിക്കൻ വേവാൻ വയ്ക്കുവാണ്.
പൊറോട്ട അടിച്ചെടുക്കാൻ സമയമായി. 4-5 പൊറോട്ടകൾ ആയതിനു ശേഷം ഇങ്ങനെ ഒരുമിച്ച് വെച്ച് ചൂടാറുന്നതിന് മുമ്പ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാവിലത്തെ പൊറോട്ട വൈകുന്നേരം ആയപ്പോഴേക്കും കിഴി പൊറോട്ടയായി മാറി. 2 പൊറോട്ടയും ഇടയ്ക്ക് കുറച്ച് കറിയും വെച്ച് അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് 2-3 മിനിറ്റ് ആവി കയറ്റിയപ്പോൾ സംഭവം റെഡി. പക്ഷേ ഈ സെയിം സംഭവം ആ വാഴയിലയിൽ പൊതിഞ്ഞ് ആവി കയറ്റുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ശരി, കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.